അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചുമന്ന കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക, എന്നിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പം അളവ് കപ്പിനാണ് 250 ml കപ്പിന് 1 കപ്പ് എടുത്തിട്ടുള്ളത്. സാധാരണ 1 ഗ്ലാസ്സിൽ അളന്നിട്ട് എടുത്താലും മതി. ഇനി ഇതിന്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. വെള്ളമൊക്കെ മാറ്റിയെടുത്ത കടല ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് കടലയല്ലേ എടുത്തിട്ടുള്ളത്, അപ്പോൾ അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ 4 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ആവി മുഴുവനും മാറിയതിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ കടലയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അത് പിന്നീട് നമുക്ക് ആവശ്യമുണ്ട്. ഈ വെള്ളത്തിൽ നിന്ന് കടല നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ചേർക്കാം. 3 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരണം. 10 സെക്കൻഡ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് ചതച്ച് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുക്കുന്നത്. ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. ഇതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണം. ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഇതിൻ്റെ സവാള ഒന്ന് വയന്ന് വരണം. അപ്പോൾ സവാളയൊക്കെ വയന്ന് ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 തണ്ട് കറിവേപ്പില ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1 കൈപിടി മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 കൈപിടി പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല എടുക്കുക. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4 പച്ചമുളകാണ്. ചെറിയ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 5 എണ്ണം വരെ എടുക്കാം. അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മല്ലിയിലയും പുതിനയിലയൊക്കെ ഒന്ന് വാടി വരണം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ തന്നെ മല്ലിയിലയും പുതിനയിലയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാണ്. ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ചൂട് മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിന് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ചൂടായി കിടക്കുന്ന ഒരു പാത്രത്തിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ചേർക്കണ്ട. കടുകെല്ലാം പൊട്ടി ചെറിയ ജീരകം എല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ചെടുത്തതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ച ചുവ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1-2 മിനിറ്റ് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് പൊടി ഐറ്റംസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നമ്മൾ കടല വേവിച്ചപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു 2 മിനിറ്റ് ആവുന്ന സമയത്ത് എണ്ണ തെളിഞ്ഞ് വരും. ഈ ഒരു സമയം വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കുക.
ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടെ ചേർത്ത് കൊടുക്കണേ. ചാട്ട് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കടല വേവിച്ചിട്ട് മാറ്റി വെച്ച വെള്ളവും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. കടല വേവിച്ചിട്ട് ബാക്കി വന്ന വെള്ളം 1/4 കപ്പുണ്ട്. ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊക്കെ നന്നായിട്ട് ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞൊന്ന് സെറ്റായി വരണം. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ച് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 4-5 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിതാ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ലാസ്റ്റിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു കളറിൽ കടലക്കറി തയ്യാറാക്കി നോക്കുക. കളറ് നല്ല അടിപൊളി കളറാണ്. ടേസ്റ്റും അടിപൊളിയാണ്. എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്